ചേട്ടന്റെ ഫാമിലിയിൽ ഇപ്പോൾ എല്ലാവരും തന്നെ മലയാള സിനിമയിൽ സജീവമാണല്ലോ. പുതിയ വേഷങ്ങളും സിനിമകളും ഒക്കെ വരുന്നു. ചേട്ടന്റെ വീട്ടിൽ കുറുമ്പ് കൂടുതൽ ആർക്കാണ്? സിനിമയിൽ വന്നിട്ട് ഇപ്പോൾ ഒരുപാട് വർഷങ്ങളായി, ധാരാളം നല്ല വേഷങ്ങൾ ചെയ്തു. ഒരു നായിക എന്ന നിലയിൽ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന നടിയാണല്ലോ നിങ്ങളുടെ വെയിറ്റ് എത്രയാ? ഇത്ര പൊക്കൊക്കെയുള്ള ഒരു നായകനെ കാസ്റ്റ് ചെയ്തപ്പോ ഓപ്പോസിറ്റ് ഇത്രയും പൊക്കമില്ലാത്തൊരു നടീനെ കാസ്റ്റ് ചെയ്ത് എന്തിനാ? മലയാള സിനിമയിൽ ഇപ്പൊ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണല്ലോ. അപ്പൊ പിന്നെ വീട്ടിലെ കാര്യങ്ങൾ, കുട്ടി, ഭർത്താവ് ഇവരെയൊക്കെ നോക്കാൻ നിങ്ങൾക്ക് സമയം കിട്ടുന്നുണ്ടോ? ഭർത്താവ് ഒരു നല്ല നടനാണല്ലോ, അഭിനയിക്കാൻ വരുമ്പോൾ അദ്ദേഹം ടിപ്സ് വല്ലതും തരാറുണ്ടോ? ഒരുപാട് എഫേർട്ട് ഇട്ടുള്ള ക്യാരക്ടറാണല്ലോ ചെയ്തത്. അപ്പോൾ ഒരുപാട് ചലഞ്ചസ് ഉണ്ടായി കാണും. സംവിധായകനും നായകനും നിങ്ങൾക്ക് കെയർ തന്നിരുന്നു. മലയാള സിനിമയിൽ ഒരുപാട് നായകന്മാരുണ്ട്, അവർക്കിടയിൽ സർവൈവ് ചെയ്യാനൊക്കെ പ്രയാസമല്ലേ? ഫീൽഡ് ഔട്ട് ആയാൽ എന്ത് ചെയ്യാനാണ് പ്ലാൻ? നിങ്ങളൊരു ലെജൻഡറി ആർട്ടിസ്റ്റിനെ കോൾ ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? അദ്ദേഹവുമായിട്ട് ഇപ്പോ നല്ല ബന്ധത്തിലാണോ? മാമിന്റെ ഇപ്പോഴത്തെ ക്രഷറാണ്? സിംഗിൾ ആണോ? കല്യാണം കഴിക്കേണ്ടെന്ന് തീരുമാനിച്ചെന്താണ്? മമ്മൂട്ടിയാണോ മോഹൻലാലാണോ ഫേവറേറ്റ്? ഒട്ടുമിക്ക പ്രസ് മീറ്റുകളിലും ഇങ്ങനെ എന്തെങ്കിലും ഒരു ചോദ്യം നിർബന്ധമാണ്. അത് തമിഴിൽ മാത്രമല്ല, മലയാള സിനിമാ പ്രൊമോഷൻ പ്രസ് മീറ്റുകളിലും സർവ്വസാധാരണമാണ്. സിനിമയല്ലേ, കുറച്ചുകൂടെ സോഫ്റ്റ് ആക്കിയാൽ എന്താണ്? ആളുകൾക്ക് കൂടുതൽ കൗതുകമുള്ള കാര്യങ്ങളല്ലേ ചോദിക്കേണ്ടത് തുടങ്ങിയ പല മറുപടികളും ഇതിനോടുകൂടെ തന്നെ കേൾക്കുന്നതുമാണ്. ഒരു നടിയുടെ ഭാരം, നിറം, ഉയരം, ജാതി, മതം, മാരിറ്റൽ സ്റ്റാറ്റസ്, അന്ന് രാവിലെ കഴിച്ച ഭക്ഷണം, ധരിച്ച വസ്ത്രത്തിന്റെ നീളം എന്ന് തുടങ്ങുന്ന പേഴ്സണൽ കാര്യങ്ങൾ എങ്ങനെയാണ് ആളുകൾ കൗതുകം ജനിപ്പിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് അതെല്ലാം തലക്കെട്ടുകളായി പരിണമിക്കുന്നത്? അവർ ചെയ്തു വെച്ച കഥാപാത്രവും അതിനായി നൽകുന്ന അധ്വാനവും അവിടെ ഇൻവിസിബിൾ ആയി മാറുന്നത് എങ്ങനെയാണ്? കഴിഞ്ഞ ദിവസം ഗൗരി കിഷന്റെ മെഡിക്കൽ ത്രില്ലർ ചിത്രമായ അതേഴ്സിന്റെ ചെന്നൈയിൽ നടന്ന പ്രസ് മീറ്റിനിടെ ഉയർന്ന സമാന ചോദ്യത്തിന് അവർ നൽകിയ മറുപടി ശ്രദ്ധ നേടുകയാണ്. ഇത്രയും ഉയരമുള്ള നായകനൊപ്പം ഇവരെ എന്തിന് കാസ്റ്റ് ചെയ്തു എന്ന ചോദ്യത്തിന് ചിരിച്ചു തലയാട്ടി സംവിധായകൻ ഉത്തരം പറയാൻ ശ്രമിച്ചപ്പോൾ ഗൗരി ഉടൻ തന്നെ ഇടപെട്ടുകൊണ്ട് ചോദ്യം തെറ്റാണെന്നും ഇതിനു മുൻപ് തന്റെ ഭാരം എന്താണെന്ന് ഇതേ റിപ്പോർട്ടർ ചോദിച്ചതായും ചൂണ്ടിക്കാട്ടി. തുടർന്ന് നീണ്ട 10-15 മിനിറ്റോളം ആ പ്രസ് മീറ്റിൽ അവരെ കോർണർ ചെയ്തുകൊണ്ടാണ് ചുറ്റും കൂടിയിരുന്നവർ പ്രതികരിച്ചത്. ബോഡി ഷെയിം ചെയ്തുകൊണ്ട് സംസാരിച്ചത് ശരിയല്ലെന്നും വിഡ്ഢി ചോദ്യമാണ് ചോദിക്കുന്നതെന്നും പറഞ്ഞതിനൊപ്പം ഇത് യഥാർത്ഥ മാധ്യമ പ്രവർത്തനം അല്ലെന്നും ഗൗരി പറഞ്ഞു. അത്തരത്തിൽ തട്ടിക്കയറിയതിന് നടി മാപ്പ് പറയണമെന്നാണ് അപ്പോഴും ആ ആൺകൂട്ടം പ്രതികരിച്ചത്. സാരമില്ല, വിട്ടുകള, പോട്ടെ എന്നൊക്കെ സമാധാനിപ്പിക്കാൻ കൂടെയുള്ളവരും ശ്രമിക്കുന്നുണ്ട്. വ്യക്തമായ സ്റ്റാൻഡ് ഇക്കാര്യത്തിൽ ഗൗരിക്കുണ്ടെന്ന് ആ വീഡിയോ കാണുന്ന ആർക്കും മനസ്സിലാകും. തന്നെ അധിക്ഷേപിച്ചത് ശരിയല്ലെന്നും ഭാരത്തിന് കണക്കറിഞ്ഞിട്ട് ആർക്കും ഒരു ഉപയോഗമില്ലെന്നും ഗൗരിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ അവരെ സംസാരിക്കാൻ അനുവദിക്കാത്ത വിധം ഒറ്റപ്പെടുത്തുകയാണ് ഉണ്ടായത്. തമിഴ്നാട്ടിൽ മാത്രമല്ല, കേരളത്തിലും സമാന അനുഭവം തനിക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് ഗൗരി തന്നെ പറഞ്ഞിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഗായിക ചിന്മയെ കണ്ട മാധ്യമ പ്രവർത്തകർ വൈരമുത്തുവിനെ കുറിച്ച് അവരോട് ചോദ്യം ഉന്നയിച്ചത്. വർഷങ്ങൾക്ക് മുൻപ് നടന്ന ലൈംഗികാതിക്രമത്തിനെതിരെ സ്വന്തം കരിയർ പണയം വെച്ച് പൊരുതിയ ഗായികയാണവർ. ഇന്നും അതേ ലീഗൽ ബാറ്റിൽ തുടർന്നു വരുന്നു. എന്നോട് വൈരമുത്തുവിനെ കുറിച്ച് ചോദിച്ചേ മതിയാകൂ എന്നുണ്ടോ നിങ്ങൾക്ക്? ലോകത്ത് മറ്റാരുമില്ലേ എന്നാണ് ചിന്മയി തിരികെ ചോദിച്ചത്. ട്രിഗറിംഗ് ആയ ചോദ്യം ഉന്നയിച്ച് ഞാൻ അതിനോട് റിയാക്ട് ചെയ്യണമെന്ന് പറയുകയാണ്. ഒരു സ്ത്രീ ആയിരുന്നുകൊണ്ട് എന്നോട് ഈ ചോദ്യം ചോദിക്കുന്നത് ശരിക്കും ആവശ്യമുള്ള കാര്യമാണോ എന്ന ചിന്മയുടെ മറുപടിക്ക് കൈയടിച്ച അതേ ഇടത്ത് വെച്ചാണ് വീണ്ടും മറ്റൊരു നായികയ്ക്കെതിരെ ചോദ്യങ്ങൾ ഉണ്ടാകുന്നത്. കേരള ക്രിട്ടിക്സ് അവാർഡ് വാങ്ങാനെത്തിയ റീമ കല്ലിങ്ങലിനെ പൊതിഞ്ഞ മാധ്യമങ്ങളും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനപ്പുറത്തേക്ക് അവരോട് യാതൊരു ചോദ്യവും ഉന്നയിച്ചിരുന്നില്ല. ഇന്ന് എനിക്കിവിടെ ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് കിട്ടി, നിങ്ങൾ ആരെങ്കിലും അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടോ? ഞാനൊരു ആർട്ടിസ്റ്റ് ആണ് ആദ്യം, അതെല്ലാവരും മറന്നുപോയി എന്ന പോയിന്റിലാണ് ഞാൻ നിൽക്കുന്നത് ലൈഫിൽ എന്നാണ് റീമ നൽകിയ മറുപടി. ഇത്രയും പറഞ്ഞത് പ്രതികരിക്കാൻ സാധിച്ച, അതിന് വോയിസ് ഉണ്ടായ സ്ത്രീകളുടെ കാര്യം മാത്രമാണ്. നിരന്തരം സമാനമായ എത്രയധികം ചോദ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നതെന്ന് ഓർത്തു നോക്കൂ. ഇതേ ചോദ്യം കമൽഹാസനോടോ മമ്മൂട്ടിയോടോ മോഹൻലാലിനോടോ രജനീകാന്തിനോടോ ചോദിക്കാൻ ഇതേ കൂട്ടം ഭയക്കുന്നത് എന്തുകൊണ്ടാകും? ഒരു നായകന് നേരെ കഥാപാത്രത്തെക്കുറിച്ചും സിനിമയെക്കുറിച്ചും തയ്യാറെടുപ്പുകളെ കുറിച്ചും അനുഭവങ്ങളെ കുറിച്ചും ചോദ്യങ്ങൾ ഉയരുമ്പോൾ നായികമാർക്ക് നേരെ, ഗായികമാർക്ക് നേരെ, സംവിധായകമാർക്ക് നേരെ ഇത്തരം ഉത്തരം അർഹിക്കാത്ത ചോദ്യങ്ങൾ ഉയരുന്നത് എന്തുകൊണ്ടാണ്? പൊതുവേദിയിൽ ബോഡി ഷെയ്മിംഗ് അടക്കം വ്യക്തിപരമായ കാര്യങ്ങൾ ഉന്നയിക്കാൻ മടി കാട്ടാത്ത കൂട്ടം ലൈംഗിക അതിക്രമ കേസുകളിൽ ആരോപണ വിധേയരായവർക്കും ശിക്ഷ നേരിട്ടവർക്കും മറ്റ് കേസുകളിൽ ഭാഗമായവർക്കും കംഫർട്ടബിൾ സീറ്റ് ഒരുക്കി പുകഴ്ത്തി പാടുന്നത് എന്തുകൊണ്ടാകും? എന്താണ് ഈ ചോദ്യങ്ങളുടെ യഥാർത്ഥ ഉദ്ദേശമെന്ന് അന്വേഷിക്കേണ്ട, ബദൽ സൃഷ്ടിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു.